മലയാള സിനിമയുടെ ഒരേ ഒരു മെഗാസ്റ്റാർ ആണ് സാക്ഷാൽ മമ്മൂട്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമുക്കറിയാം മമ്മൂട്ടി ഒരു ചർച്ചാ വിഷയമാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥത ഉണ്ടായെന്നും ശാരീരിക അസ്വസ്ഥത ഉണ്ടായെന്നും എന്നുള്ള വാർത്തകളും ഉണ്ട്. അതില് വ്യക്തതയൊന്നും വന്നിട്ടില്ല. അഭ്യൂഹങ്ങൾ പലതായിട്ട് പരക്കുന്നുമുണ്ട്. പക്ഷെ ആ ഒരു വിഷയം വേറൊരു തരത്തിലോട്ട് പോയിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും കൃത്യമായി അറിയാതെ അതിനെ വേറൊരു തലത്തിലോട്ട് ഊഹിച്ചുകൊണ്ട് അത് വിറ്റ് വാർത്തയാക്കുകയാണ് ഇപ്പോഴുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും, യൂട്യൂബ് അടക്കം എല്ലാ കാര്യങ്ങളും അതേപോലെ തമ്മനയിലാക്കി വെച്ചേക്കുവാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ വളരെ കഷ്ടമുണ്ട്. എന്തെന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത രീതിയിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന് വരെയുള്ള വാർത്തകൾ പല രീതിയിൽ പല സോഷ്യൽ മീഡിയയിൽ കൂടി പോകുന്നുണ്ട്. തമിഴിൽ നോക്കി കഴിഞ്ഞാൽ ഇതാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണോ എന്ന് ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് പല ഇത്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ രോഗാവസ്ഥയിൽ മോഹൻലാൽ പറയുന്നു വേറെ ഏതെങ്കിലും വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ദുൽഖർ പ്രതികരിക്കുന്നു പറഞ്ഞ ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട്. ശരിയാണ്, നമ്മളെല്ലാവരും തമിഴിൽ കണ്ടിട്ടാണ് വീഡിയോ കാണുന്നതും വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു തമിഴിൽ വെച്ച്, അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും ഗംഭീരമായ അഭിനേതാവ് എന്നതിലുപരിയായിട്ട് ഈ ഒരു മനുഷ്യൻ മലയാള സിനിമയ്ക്ക് തന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത എണ്ണമറ്റ കാര്യങ്ങളാണ്. എങ്കിൽ കൂടിയും അതൊന്നും നോക്കാതെ ഇങ്ങനെ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഇപ്പൊ 2 ദിവസത്തേക്ക് പോയെന്നോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഒരു കാര്യങ്ങളും അറിയാത്ത രീതിയിൽ പല സോഷ്യൽ മീഡിയയിലും പോകുന്ന കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം. അത് തന്നെയല്ല, ഇതിനിടയിൽ വരുന്ന കമന്റ്സ് ഒക്കെ വളരെ വൾഗറായിട്ടുള്ള കമന്റ്സ് ആണ്. ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാലും, പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അത് അന്ധമായ ഒരു ബ്ലൈൻഡ് ഫാനിസം എന്ന് തന്നെയാണ് പറയേണ്ടത്. പല രീതിയിലുള്ള ഫാൻ ഫൈറ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു അവസ്ഥയിൽ അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. അറിയാത്ത കാര്യത്തെ പറ്റി നമുക്ക് അങ്ങനെ പ്രതികരിക്കാനും പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ഈ 2 ദിവസം കൊണ്ട് ഒരുപക്ഷെ ആ സോഷ്യൽ മീഡിയ കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിൽ കൂടിയും അത് പറയുമ്പോൾ അതിലൊരു ന്യായം വേണ്ടേ? പല വീഡിയോകളും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മൾ ഈ ഒരു ചാനലിലെ സിനിമകളെ കുറിച്ചുള്ള വാർത്തകളാണ് പറയുന്നെങ്കിലും, പക്ഷെ ഈ ഒരു നമുക്കടെ ഈ ഒരു എന്താ പറഞ്ഞ ഈ 2 ദിവസത്തെ ഒരു മൗനം എല്ലാവരും ചൂഷണം ചെയ്തിരിക്കുകയാണ്. നല്ലപോലെ തന്നെ ചൂഷണം ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ശബരിമല സന്നിധിയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ. അവര് 10-40 കൊല്ലത്തിന് മേളിലായിട്ടുള്ള ഒരേ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഒരു ചേട്ടന്റെ ഇതാണെന്നുള്ളത് ലാലേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയെ വെച്ച്. അങ്ങനെയുണ്ട്. അപ്പം ഇരുവരും തമ്മിൽ ഭയങ്കര സൗഹൃദം തന്നെയാണ്. പക്ഷെ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ് നടത്തുമായിരിക്കും. പക്ഷെ ഇരുവരും തമ്മിലുള്ള ബോണ്ടിങ് ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. ഇതൊന്നും വകവെക്കാതെ അന്ധമായ രീതിയിലുള്ള ഫാൻ ഫൈറ്റ് ചെയ്യുന്നത് ഇതിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ കുറെ സോഷ്യൽ മീഡിയയിലും ഈ വാർത്ത ഭയങ്കര രീതിയിൽ വരുന്നുണ്ട്. എന്തായാലും ഭയങ്കര മോശം, വിജയത്തെ പറഞ്ഞാൽ ഭയങ്കര മോശം. നമ്മൾ ഈ മലയാളികൾ എല്ലാത്തിലും ഗംഭീരമാണ്, മികച്ചാണെന്നൊക്കെ പറയുന്നതിൽ കൂടിയും ഈ ഒരു അവസ്ഥ ചൂഷണം ചെയ്ത് ഇതിനിങ്ങനെ ആക്കുന്നത് വളരെ ഇതായിട്ട് എന്താ പറയുക, വളരെ മോശമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വ്യക്തിയെ പറ്റി ഇനിയിപ്പോ നാളെ ആർക്ക് വന്നെന്ന് പറഞ്ഞാലും അതിനെ ചൂഷണം ചെയ്ത് പല മീഡിയാസിലും കാണുന്നുണ്ട്. ചിലപ്പം ചില വ്യക്തികള് രോഗാവസ്ഥയിൽ കിടക്കുന്നതായിരിക്കും, പക്ഷെ അതിനെ ചൂഷണം ചെയ്ത് മരിച്ചു എന്ന് പറഞ്ഞ ഓരോ വാർത്തകൾ പലയിടത്തും വരുന്നുണ്ട്. പക്ഷെ ഇത് ശരിയല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ഇത് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ഒരു മമ്മൂക്കയുടെ ഈ ഒരു അവസ്ഥ കാര്യങ്ങളെ പറ്റി, ഇതുപോലുള്ള വാർത്തകൾ വരുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക.